അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഫോർമുല നമ്മൾ എഴുതി. പിന്നെ ഫോർമുല എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ 1-2 പ്രാക്ടീസ് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. കൂടാതെ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ എക്സസൈസിൽ വരുന്ന ചില പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേഗം പറയാം, വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം. ഹാരിസേ പറയും എങ്ങനെ നമ്മൾ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുക? അതിന്റെ ഫോർമുല എന്താ സാർ? x1 plus u by u plus v into x2 minus x1. ഈ യുവും വി ഒക്കെ എന്താ ഐറ്റം ആദിൽ മുഹമ്മദേ? യുവും വി ഒക്കെ എന്താ? അതിൽ റേഷ്യോ ആണ് യുവും വിയും. നമ്മൾ ഈ x1 x2 പോലെയുള്ള വാല്യൂസ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സിനെ ചൂസ് ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഫാക്ടർ എന്താണ് നിഷാന സിയാദ്? ഈ x ഈക്വൽ ടു എന്നൊക്കെ പറയുമ്പോൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോഴേ x1 x2 അല്ലെങ്കിൽ y ആണെങ്കിൽ y1 y2 എന്നൊക്കെ പറയുന്ന വാല്യൂസ് വരുമല്ലോ. വാട്ട് ഇസ് എ പെക്യുലാരിറ്റി ഓഫ് x1 x2? x1 x2 നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഇഷ്ടമുള്ള ആളെ x1 y1 ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. പിന്നെ ഫസ്റ്റ് കോർഡിനേറ്റ്സ് x1 y1 ആയിട്ടും രണ്ടാമത് ഞങ്ങളുടെ കോർഡിനേറ്റ് x2 y2 ആയിട്ട് എടുക്കും. സപ്പോസ് ഇതാണ് എന്റെ ലൈൻ സെഗ്മെന്റ്. ഈ ലൈൻ സെഗ്മെന്റിൽ എ ബി ഇവരുടെ പോയിന്റ് പി ഉണ്ട്. ഇതാണ് പോയിന്റ് പി. ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ യു ഈസ് ടു വി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ യു ഈസ് ടു വി. ഈ കേസിൽ ഏത് പോയിന്റ് ആണ് x1 y1 ആയിട്ട് ചൂസ് ചെയ്യുക? എ ആണോ ബി ആണോ? നിഷാന, which point will you choose as x1 y1? പെട്ടെന്ന് പറ. pb x1 ഉം pb x1 ഓ? x1 എന്ന് പറഞ്ഞ പോയിന്റ് അല്ലടോ, pb എന്ന് പറഞ്ഞ ലൈൻ അല്ലേ? ഞാൻ x1 y1 എന്ന് നിങ്ങൾ കോർഡിനേറ്റ് എടുക്കുക. എ എന്ന വെർട്ടെക്സിനെയാണോ ബി എന്ന വെർട്ടെക്സിനെയാണോ? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. എനെ x1 y1 എടുക്കും. ബോബി, x1 y1 എ വേണോ ബി വേണോ? x1 എയുടെ അവിടെ നിന്ന് ആദ്യം x1 എടുക്കും. എയുടെ അവിടെ നിന്ന് x1 y1 എടുക്കും. u is to v ആണ് റേഷ്യോ. എന്താ ചെയ്യേണ്ടത് അൽഷിഫ? ബിയുടെ അവിടെ നിന്ന് x1 എടുക്കും. ബിയുടെ അവിടെ നിന്നാണ് x1 എടുക്കേണ്ടത്. എന്താ കാരണം ബിയുടെ അവിടെ നിന്ന് പറയാൻ? ആ റേഷ്യോയുടെ രീതിയിൽ എടുക്കണം. യുടെ അടുത്ത് കിടക്കണം. ആ റേഷ്യോയുടെ ഓർഡറിൽ വേണം നമ്മൾ പോയിന്റ് എടുക്കാൻ, നമ്മുടെ ഇഷ്ടത്തിനല്ല. യു ഈസ് ടു വി ആണ് റേഷ്യോ. യു ഈസ് ടു വി എന്നാണ് റേഷ്യോ തന്നിരിക്കുന്നതെങ്കിൽ യുവിന് നിയറസ്റ്റ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ പറഞ്ഞ x1 എന്നുള്ള വാല്യൂ ചൂസ് ചെയ്യാൻ. അതുകൊണ്ട് ബി ആയിരിക്കണം x1, എ എന്ന പോയിന്റ് x2 ആയിട്ട് മാറും. കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആട്ടോ. x1 y1 എന്നുള്ള നമ്മുടെ ചോയ്സ് അല്ല. ഡിസ്റ്റൻസ് ഫോർമുലയിലും അല്ലാത്ത പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഏതാണ് മിഡ് പോയിന്റ് ഫോർമുലയിലൊക്കെ x1 y1 നമ്മളുടെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവിടെ x1 y1 നമ്മുടെ ചോയ്സ് അല്ല. റേഷ്യോ ആദ്യം എടുക്കുന്ന റേഷ്യോ ആരാണോ അവന് നിയറസ്റ്റ് ആയിരിക്കണം x1 y1. മറ്റേത് x2 y2 നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ റൈറ്റ്. പിന്നെ വൈയുടെ ഫോർമുല എന്ന് പറഞ്ഞു y1 plus u by u plus v into y2 minus y1. Okay, y1 plus u by u plus v into y2 minus y1. Now back to our topic. നമ്മൾ ഇന്നലെ ട്രൈസെക്ഷൻ എന്നൊരാളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. നമ്മൾ ബുക്കിലേക്ക് എഴുതില്ലാന്ന് എനിക്ക് തോന്നുന്നു. എഴുതിയില്ലോ? ഡിഫൈൻ ചെയ്തല്ലേ ഉള്ളൂ, നമ്മൾ എഴുതിയിട്ടുണ്ടാവില്ല. സാർ പറയുമായിരുന്നു, എഴുതിയില്ല നോട്ടിലോട്ടൊന്നും. ഓക്കെ, ട്രൈസെക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ട്രൈസെക്ട് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡുള്ള ഫിഗർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് TRI. ഓക്കെ, അപ്പൊ വാക്കുകളെ ഇന്നലെ പറഞ്ഞിരുന്നു. ട്രൈസെക്ഷൻ എന്ന് അതിനെ പറയാറുണ്ട്. വേറൊരു ടൈമാണ് ഡിവൈഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കും കിടക്കുക. എ ലൈൻ ഈസ് ഡിവൈഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. 3 ഈക്വൽ പാർട്സ് ആക്കി നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എ നമുക്കുണ്ട്, ബി നമുക്ക് തന്നിട്ടുണ്ട്. എയുടെ കോർഡിനേറ്റ്സ് നമുക്കറിയാം, സേ x1 y1.
ബിയുടെ കോർഡിനേറ്റ്സ് നമുക്കറിയാം. x2 y2 3 പോയിന്റ്, പി ക്യൂ എന്ന 2 പോയിന്റുകൾ വരച്ചാൽ 3 പീസ് ആയിട്ട് ഇവ മുറിയും. ഇത് ഫസ്റ്റ് പീസ്, ഇത് രണ്ടാമത്തെ പീസ്, ഇത് മൂന്നാമത്തെ പീസ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ 3 പീസിന്റെയും ലെങ്ത് ഈക്വൽ ആണ്, കാരണം ട്രൈസെക്റ്റ് ആണ്. സോ എ പിയും പി ക്യൂവും ബി ക്യൂവും എല്ലാം ഈക്വൽ ആണ്. ഇവന്മാർ 3 പേരും ഈക്വൽ ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ വിൽ യു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് പി ആൻഡ് ക്യൂ? നമുക്ക് അത്രയും കിട്ടിയാൽ മതി. എങ്ങനെ പി എന്ന പോയിന്റിന്റെയും ക്യൂ എന്ന പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് കണ്ടെത്താം? ഇതാണ് നമ്മളുടെ ഡിസ്കഷൻ. അതായത് നമുക്ക് കിട്ടേണ്ടത് ആ ഒരു സംഗതിയാണ്. ക്ലിയർ? ഇന്നലെ തന്നെ നമ്മൾ അതിന്റെ മെത്തഡോളജി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫാത്തിമ സുബൈർ എങ്ങനെ ചെയ്യാൻ നമ്മൾ ഇന്നലെ പറഞ്ഞേ? ഫാത്തിമ കേൾക്കുന്നില്ല? സാർ അറിയില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞാണല്ലോ ഇവിടെ നമുക്ക് എങ്ങനെ റേഷ്യോ ചൂസ് ചെയ്യാം, എങ്ങനെ പി കണ്ടുപിടിക്കാം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ ഇന്നലെ. ക്ലാസ് വൈൻഡ് അപ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടാണ്, എഴുതിയില്ല പക്ഷെ പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തത്. ശബന അറിയില്ല. ഇന്നലെ കൃത്യം നമ്മൾ പറഞ്ഞിട്ടാണല്ലോ വൈൻഡ് അപ്പ് ചെയ്തത്. ആഷ്ന സാർ ആദ്യം 2 വെർട്ടെക്സിൽ എടുത്തിട്ട് ആ അടുക്കത്തെ ഒരെണ്ണം എടുക്കൂല, രണ്ടാമത് അതിന്റെ മിഡ് പോയിന്റ് ആയിട്ടാണ്. ഫൈൻ ഫൈൻ ഫൈൻ. അപ്പൊ നമ്മൾ ആദ്യത്തെ 2 പേര് എടുക്കുമ്പോൾ റേഷ്യോ എങ്ങനെ എടുക്കും? 1:2. 1:2 എന്ന് നമുക്ക് റേഷ്യോ എടുക്കാം. ഇത് തന്നെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തേ. എ പി ഈസ് ടു പി ബി. ക്യൂവിന് നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്യുന്നു, അത് 1:2 ആയിരിക്കും. എ പി ഈസ് ടു പി ബി. തൽക്കാലം ക്യൂവിനെ നിങ്ങൾ മാറ്റി നിർത്തിക്കോ, തൽക്കാലം ക്യൂവിനെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എ പി പി ബി എന്ന പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുക. അപ്പൊ എ നമുക്കറിയാം, ബി നമുക്കറിയാം, റേഷ്യോയും നമുക്കറിയാം, അത് വെച്ച് നമുക്ക് പി എന്നുള്ള പോയിന്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണി എളുപ്പം. കാരണം പി കിട്ടിക്കഴിഞ്ഞാൽ ഈ പി ബി എന്ന പോർഷൻ, ഇത് കണ്ടോ, ഈ കാണുന്ന പോർഷൻ പി ബി, പി തൊട്ട് ബി വരെയുള്ള പോർഷൻ, ഈ കാണുന്ന പോർഷന്റെ മിഡ് പോയിന്റ് ആണ് ക്യൂ എന്ന് പറയുന്ന ആള്. അപ്പൊ പിയുടെ കോർഡിനേറ്റ് നമുക്ക് ഇപ്പൊ കിട്ടി ഫസ്റ്റ് പാർട്ടിൽ നിന്ന്. ബി ഓൾറെഡി ഉണ്ട്, മിഡ് പോയിന്റ് ഫോമിൽ വെച്ച് ക്യൂ കണ്ടുപിടിക്കും. ഇങ്ങനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ കോർഡിനേറ്റ്സ് ഇഫ് എ ലൈൻ ഈസ് ഡിവൈഡഡ് ഇൻടു 3 ഈക്വൽ പാർട്സ് ഓർ ട്രൈസെക്ഷൻ. നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്ന മെത്തേഡ്. നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് തിരിയുന്ന പോലെ വേഗം. 1 സെക്കൻഡ് വേഗം നോട്ട് ചെയ്ത് വെച്ചോ. ഡൗട്ടിനെ ചോദിച്ചോടോ. വേറൊരു ഓൾട്ടർനേറ്റീവ് കൂടെ രണ്ടുകൂടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വേറൊരു രീതിയിലും കൂടെ നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാം. അപ്പൊ പി കണ്ടുപിടിച്ചതിന് ഒരു ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യൂ കണ്ടുപിടിക്കാം. അങ്ങനെയും ചെയ്യാട്ടോ. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. പറഞ്ഞോ അബിയ. സാർ ഒന്നോടെ പറഞ്ഞുതരോ? ലെഫ്റ്റ് സൈഡ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ കാര്യം ഒന്ന് നോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ പറഞ്ഞ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ലൈനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 3 പീസാക്കി മുറിക്കണമെങ്കിൽ 2 പോയിന്റ് നമുക്ക് വേണ്ടി വരും. അപ്പോഴാണ് 3 പീസായിട്ട് മുറിയുക. ആ 2 പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടെത്താന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദോസ് 2 പോയിന്റ് നമ്മൾ റേഷ്യോ എടുക്കും. 3 ഈക്വൽ പീസ് ആവുമ്പോൾ ആദ്യത്തെ പോർഷൻ 1 എന്ന് എടുത്താൽ അടുത്ത 2 പോർഷൻ നമുക്ക് 2 എന്ന് കൺസിഡർ ചെയ്യാം. 1:2. അപ്പൊ എയുടെ കോർഡിനേറ്റ് അറിയാം, ബിയുടെ കോർഡിനേറ്റ് അറിയാം, റേഷ്യോയും അറിയാം. അവിടുന്ന് പി കണ്ടുപിടിക്കാൻ പറ്റും. പി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിയും ബിയും നമ്മൾ നോക്കുമ്പോൾ ക്യൂ അവന്റെ മിഡ് പോയിന്റ് ആണ്. പിന്നെ ക്യൂവും കണ്ടുപിടിക്കുക. നിങ്ങളുടെ വേർഡ്സിൽ എഴുതണം കേട്ടോ. ഇത് നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾക്ക് തിരിയുന്ന പോലെ എഴുതണം. ട്രൈസെക്ഷന്റെ ചെറിയൊരു ഫിഗർ ഒക്കെ കൊടുത്തിട്ട് റേഷ്യോ 1:2 ആണ് എന്നൊക്കെയുള്ള നിങ്ങൾക്ക് തിരിയാൻ പാകത്തിന് എഴുതണം. അനശ്വര പറഞ്ഞോ. സാർ അപ്പൊ നമ്മൾ ആദ്യം ഈ റേഷ്യോ വെച്ച് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ പി ക്യൂ കണ്ടുപിടിക്കാനായിട്ട് പി നമുക്ക് കിട്ടിയില്ല. അപ്പൊ മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചായിരിക്കുമോ? മതി മതി. ഇനി എന്റെ മെത്തേഡ്സ് നമുക്ക് ഒരുപാട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാം കുറെ മെത്തേഡ് പഠിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യാം.
ആദ്യം പി കണ്ടുപിടിക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യാം. ഇതിന്റെ വേറൊരു ഓപ്ഷൻ. ഇങ്ങനെയുള്ള ലൈൻ എ ബി ക്യൂനെ ഞാൻ ആദ്യം കൺസിഡർ ചെയ്യാം, പി ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ എ ക്യൂ ഈസ് ടു ക്യൂ ബിയുടെ റേഷ്യോ എന്തായിരിക്കും അനീറ്റ? എ ക്യൂ ഈസ് ടു ക്യൂ ബി 2:1. 2:1 ആയിരിക്കും. കണ്ടോ? അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യൂ ആദ്യം കണ്ടുപിടിക്കാം. ക്യൂ കിട്ടി കഴിയുമ്പോൾ എ ക്യൂന്റെ മിഡ് പോയിന്റ് ആയിരിക്കും പി എന്ന് പറയുന്നത്, അങ്ങനെ പിയിലേക്ക് വരാം. ഇതൊക്കെ ഓപ്ഷനാണ്. 1:2 വെച്ച് പിയും 2:1 വെച്ച് ക്യൂവും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ഒരു മെത്തേഡ് നമ്മൾ ഡിഫൈൻ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ മെത്തേഡ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. അതിലൊന്നും തെറ്റില്ല, മാത്തമാറ്റിക്കലി അതിലൊന്നും മിസ്റ്റേക്ക് ഇല്ല, എല്ലാം കറക്റ്റ് ആണ്. ഒരു മിനിറ്റ് അവിടെ കേട്ടോ, മാക്സിമം 1 more minute ഇടാവട്ടെ. Thirty seconds more. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നു, എക്സസൈസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജസ്റ്റ് ആൻസർ മാത്രം ഒന്ന് റീചെക്ക് ചെയ്തേ ഉള്ളൂ. വേറെ ഡിസ്കഷൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പൊ അതിന് പ്രീവിയസ് ആയിട്ടാണ് നമ്മൾ ഡാറ്റ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തിരിയുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്യണം. അല്ലാതെ വെറുതെ ഞാൻ ബോർഡിൽ എഴുതിയേക്കുന്ന ഒരു ഫിഗറും വരച്ചു ബോർഡിൽ അതേ കാര്യം മാത്രം നോട്ട് ചെയ്യാല്ല. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് തിരിയുന്ന പോലെയാണ് നിങ്ങൾ എഴുതി വെക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ പോയിന്റ് ഓഫ് ട്രൈ സെക്ഷൻ ഉണ്ടാവും, ചിലപ്പോൾ ഡിവൈഡ് ഇൻടു 3 ഈക്വൽ പാർട്സ് ഉണ്ടാവും. രണ്ടാണെങ്കിലും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, റൈറ്റ്. ഇനി ഇതിനകത്ത് വരുന്ന രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. അനദർ വൺ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അതായത് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വരുന്നു നമ്മുടെ എക്സസൈസിൽ, സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ സെൻട്രോയിഡ് എന്താന്ന്? സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ, വാട്ട് ഡു യു മീൻ ബൈ സെൻട്രോയിഡ്? എനിവൺ? എനിവൺ? നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഇയാളെ കണ്ടിട്ടുണ്ട് ചില ചാപ്റ്റേഴ്സിൽ. ചാപ്റ്റർ പേര് ഞാൻ പറയുന്നില്ല, കൃത്യമായി നമ്മളൊന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പറയപ്പെട്ട വാക്ക് നമ്മൾ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഈ ആളെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചില കാൽക്കുലേഷൻസ് നടത്താനും ചില പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ നമ്മൾ ഇവൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇല്ല, ഓർക്കല്ല ആരും. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ, ശരിയോ തെറ്റോ എന്നുള്ള മൈൻഡ് ചെയ്യാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. സെൻട്രോയിഡ് എന്നുള്ള ആള് ഇല്ല. ചുമ്മാ ഒന്നൊന്ന് ഗസ് ചെയ്ത് നോക്കാനെങ്കിലും. ഈ വാക്ക് എവിടെ? ആംഗിൾ അല്ല. ആ, സെൻട്രൽ ആംഗിളിന്റെ അവിടെയുള്ള പോയിന്റ് ആണോ? സെൻട്രൽ ആംഗിൾ ബന്ധപ്പെട്ട് സെൻട്രോയിഡ്. അപ്പൊ സെന്ററുമായിട്ട് എന്തോ ഒരു ബന്ധം, സെന്ററായിട്ട് ബന്ധമുണ്ട്, പക്ഷെ സെൻട്രൽ ആംഗിൾ ആയിട്ടല്ല. ആഫിൻ ഇൻസർക്കിളിന്റെ സെന്റർ ആണ്. ഇൻസർക്കിളിന്റെ സെന്റർ അല്ല, ചെറിയ കണക്ഷൻ. ഇൻസർക്കിളിന്റെ സെന്ററും അല്ല. ഏത് ബൈസെക്ടേഴ്സ്? ബൈസെക്ടേഴ്സ് രണ്ട് ബൈസെക്ടർ, ആംഗിൾ ബൈസെക്ടർ, സൈഡ് ബൈസെക്ടർ ഉണ്ട്. ആംഗിൾ ബൈസെക്ടേഴ്സ് ട്രയാങ്കിളിന്റെ സൈഡ് ബൈസെക്ടേഴ്സ്. നമ്മൾ ഒരു ഗിവൺ ട്രയാങ്കിൾ, അതിപ്പോ ഏത് ഷേപ്പുള്ള ട്രയാങ്കിളും ആയിക്കോട്ടെ, ഡസന്റ് മാറ്റർ. നമ്മളൊരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന്റെയും
മിഡ് പോയിന്റിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇപ്പൊ ഇവിടെ ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ഇവിടെ ഉണ്ട്, ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ഇവിടെ ഉണ്ട്, ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ മിഡ് പോയിന്റ്സിലേക്ക് സപ്പോസ് വി ആർ ഡ്രോയിങ് സ്ട്രെയിറ്റ് ലൈൻസ് ലൈക്ക് ദിസ്. നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. ഈ വെർട്ടെക്സിൽ നിന്നും ഇതിങ്ങനെ മിഡ് പോയിന്റിലേക്ക് നമ്മൾ ലൈൻ വരച്ചു. ഓക്കെ, ഈ ലൈനിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഓർക്കുന്നുണ്ട് ആരെങ്കിലും? The line drawn from a vertex to the midpoint of the other side. ഈ ലൈനിന്റെ പേര് വിളിക്കുമല്ലോ. Perpendicular. അല്ലല്ല, പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ല നമ്മൾ വരച്ചേക്കുന്നത്. അതാ രസം. നമ്മൾ വരച്ചേക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ല. ഞങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഫിഗർ ഒന്ന് മാറി വരച്ചോളാം. ഒന്നോടെ കേട്ടില്ല. സോറി, ഞാൻ കേട്ടില്ല. നമുക്ക് ഇങ്ങനെ ട്രയാങ്കിൾ എങ്ങനെ, എനിക്കെന്തോ കട്ടായി പോകുന്നുണ്ട്. ഓൾട്ടിറ്റ്യൂഡും അല്ല. രണ്ടാമത് പറഞ്ഞ പേര് എനിക്ക് ക്ലിയർ ആവുന്നില്ല, അതാ ഞാൻ ചോദിച്ചത്. അല്ല, ഇപ്പൊ ഇത് നോക്കി, ഇങ്ങനെ നമ്മൾ വരച്ചത് ഒരിക്കലും പെർപെൻഡിക്കുലർ അല്ലല്ലോ. ഞാൻ പറഞ്ഞു ഒരു വെർട്ടെക്സിൽ നിന്ന് നമ്മൾ അടുത്ത സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് ഇങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഒരു വോർട്ടെക്സ് അടുത്തതിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നു ലൈക്ക് ദിസ്. എം വെച്ചാ സ്റ്റാർട്ട് ചെയ്യുന്നത്, എം വെച്ചാ സ്റ്റാർട്ട് ചെയ്യുന്നത്, എം വെച്ചിട്ട്. മിഡ് പോയിന്റ് അല്ല, അതിന്റെ പേര് എം വെച്ചിട്ടാ തുടങ്ങുക. കിട്ടിയില്ല? ഈ ലൈൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് മീഡിയൻ ലൈൻസ് എന്നാണ് പറയാ. ഈ വരയ്ക്കുന്ന ഓരോ വരയ്ക്കും നമ്മൾ പറഞ്ഞ പേരാണ് മീഡിയൻ. ഓരോ വരയുടെ പേര് മീഡിയൻസ്. ഓക്കെ, ഈ 3 മീഡിയൻസും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്. ഓക്കെ, ഈ കാണുന്ന പോയിന്റ് പേരാണ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. ദ പോയിന്റ് വേർ ദ മീഡിയൻസ് ഇന്റർസെക്ട്, ദ പോയിന്റ് വേർ ദ മീഡിയൻസ് മീറ്റ് എന്നൊക്കെ നമ്മൾ പറയും. ആ പോയിന്റ് പേരാണ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. ഇനി നമുക്ക് സെൻട്രോയിഡിന്റെ ആവശ്യം തന്നും കൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. നമുക്ക് സെൻട്രോയിഡ് വേണ്ടി വരുന്നത് ഈ സെൻട്രോയിഡ് എന്ന് പറഞ്ഞ ലൈൻ. ഇപ്പൊ ഞാനിവിടെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞ പോയിന്റ്, ഇവിടെ ട്രയാങ്കിളിന്റെ വോർട്ടെക്സിന് ഒരു പേര് കൊടുക്കുകയാണ്, ABC ട്രയാങ്കിൾ ആൻഡ് ലെറ്റ് ദിസ് പോയിന്റ് ഈസ് P. ഓക്കെ, സെൻട്രോയിഡ് P ആണെന്ന് നിങ്ങൾ സപ്പോസ് ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ സെൻട്രോയിഡിന്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്, മിഡ് പോയിന്റിന് തന്നെ ഓരോ പുതിയ പേരോടെ കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഇവിടെ നമ്മൾ P കൊടുത്തു, എക്സ് വേണ്ട, DEF. സപ്പോസ് ഈ കാണുന്ന 3 മിഡ് പോയിന്റ്സ് DEF ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ AP ഈസ് ടു, സെൻട്രോയിഡിന്റെ പ്രത്യേകത AP ഈസ് ടു PD-യും CP ഈസ് ടു PE-യും DP ഈസ് ടു PF-ഉം 2:1 ആയിരിക്കും. ഇതാണ് ഈ സെൻട്രോയിഡ് എന്നുള്ള പോയിന്റ് പ്രത്യേകത. സെൻട്രോയിഡ് ഡിവൈഡ്സ് ദ മീഡിയൻ ഇൻ ദ റേഷ്യോ 2:1. അപ്പൊ എന്താ ഇത് ഞാൻ പറയാൻ കാരണം എന്നറിയോ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത്രേ പറയുള്ളൂ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സ് തന്നിട്ടുണ്ടാവും, സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ റേഷ്യോ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, വേറെ ഡേറ്റാസ് ഒന്നും ഉണ്ടാവില്ല, ആകെ ട്രയാങ്കിളിന്റെ 3 വേർട്ടിസസ് മാത്രമേ തന്നിട്ടുണ്ടാവും. അപ്പൊ സെൻട്രോയിഡ് എന്ന് പറയുന്ന ആൾ ആരാണ്, അവന്റെ റേഷ്യോ എന്താണ് നമ്മൾ തിരിച്ചറിയണം. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഈ 2:1 എടുക്കുന്നതിന്റെ പ്രത്യേകതയാണ്. 2:1 എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയോ, ആദ്യം വരേണ്ട പാർട്ട് നിങ്ങൾ നോക്കി, എല്ലാത്തിലും ഇവിടെ AP, ഇവിടെ CP, ഇവിടെ DP, ഇതെല്ലാം ആരാ നോക്കി, ട്രയാങ്കിളിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്ന ലൈനാണ് ആദ്യം. ആ ലൈനായിരിക്കും എപ്പോഴും ലെങ്ത് കൂടുതൽ. കണ്ടോ, AP ഈസ് ടു PD ചെറുതാ. ഇപ്പൊ നോക്കി, CP ഈസ് ടു PE, CP ആണ് വലുത്, PE ചെറുതാണ്. അടുത്തതില് BP ആട്ടോ, അടുത്ത DP അല്ല, എനിക്ക് മാറിപ്പോയതാണേ, BP ആണേ. BP ഈസ് ടു PF, BP ഈസ് ടു PF. കണ്ടോ, അപ്പൊ ഈ കോർണർ അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ എൻഡ് എന്ന് പറയുന്ന ലൈനാണ് വലുത്. സെൻട്രോയിഡിന് പുറത്തേക്ക് പോകുന്ന ലൈൻ ചെറുതായിരിക്കും. അപ്പൊ റേഷ്യോ എഴുതുമ്പോൾ തിരിഞ്ഞു പോകരുത്. നമ്മൾ ആ പേര് എഴുതുമ്പോഴേ ആ ഓർഡർ കൃത്യമായിട്ട്, സാർ ആ ഓർഡർ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. AP ഈസ് ടു PD, CP ഈസ് ടു PE, DP ഈസ് ടു PF എന്നിങ്ങനെ നമ്മൾ ആ റേഷ്യോയുടെ ഓർഡർ കൃത്യം ഫോളോ ചെയ്യണം, ഇല്ലെങ്കിൽ തിരിഞ്ഞു പോകും. നിങ്ങൾ പേരെഴുതുന്ന തിരിച്ചാണെങ്കിൽ 1:2 ആയിരിക്കും റേഷ്യോ മാറും. സാറാ പറഞ്ഞു.
ഒരു സെക്കൻഡ് ഞാൻ ചെക്ക് ചെയ്യട്ടെ, ഒരു സെക്കൻഡ്. നോട്ട് ചെയ്ത് വെച്ചോട്ടോ, സെൻട്രോയിഡിന്റെ കൺസെപ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സെൻട്രോയിഡുമായി ബന്ധപ്പെട്ട എല്ലാം നോട്ട് ചെയ്യണം കേട്ടോ, കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ ആകെ തന്നിട്ടുണ്ടാവും ഇത്രയും കാര്യമായിരിക്കും. ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സ് ABC മാത്രമേ തരുള്ളൂ. പ്രത്യേകം അതില് ഞാൻ പറഞ്ഞ കാര്യം ഓർത്തോളണം, നമുക്ക് ആകെ തന്നിട്ടുണ്ടാവുക, ഞാൻ വൺസ് അഗൈൻ അത് മെൻഷൻ ചെയ്യാണ്, നമുക്ക് ആകെ തന്നിട്ടുണ്ടാവുക ട്രയാങ്കിളിന്റെ 3 വേർട്ടെക്സ് മാത്രമായിരിക്കും. അപ്പൊ അവിടെ നിന്ന് എങ്ങനെ സെൻട്രോയിഡ് കണ്ടെത്താമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്. A എന്ന വെർട്ടെക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, B നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, സിയും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ സെൻട്രോയിഡ് കണ്ടെത്തും? അതാണ് നിങ്ങളിപ്പോ നോട്ട് ചെയ്യുമ്പോൾ വരേണ്ടത് കേട്ടോ. ഹൗ ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് സെൻട്രോയിഡ് തന്നിട്ടുണ്ടാവുക ഈ 3 വേഴ്സസ് മാത്രമേ. ഇതിന് എങ്ങനെ സെൻട്രോയിഡ് കണ്ടെത്തും എന്നാണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടത്. അതിനാവശ്യമുള്ള പോയിന്റ്സ് വേണം നിങ്ങൾ നോട്ട് ചെയ്യുക. വോയിസിന്റെ ക്ലാരിറ്റി എപ്പോഴും പോവാണെങ്കിൽ പറയണം കേട്ടോ. വീട്ടിൽ നോട്ട് ചെയ്യുക, 2 മിനിറ്റ് മാക്സിമം. അത് കഴിഞ്ഞ് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് ആൻസർ കിട്ടണം കേട്ടോ. എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ, എങ്ങനെ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ് കണ്ടെത്താം. തന്നിരിക്കുന്നത് ഈ 3 ആൾക്കാരെയാണ്. ഇതവിടെ 1 മിനിറ്റോടെ മാക്സിമം, നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ 1 മിനിറ്റോടെ. Thirty seconds more. ഓക്കെ റൈറ്റ്. അപ്പൊ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ഒരു സെക്കൻഡ് ഫാത്തിമ, ഈ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള വഴി എന്താന്ന് കേക്കട്ടെ, ഒന്ന് പറഞ്ഞേ. ജീത എന്നെ ഒന്ന് പറയണ്ട കേക്കട്ടെ. അറിയില്ല. എയും ബിയും സിയും തന്നു കഴിഞ്ഞാൽ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ളത് നോട്ട് ചെയ്യാനല്ലേ. അപ്പൊ ഇത്ര നേരം ഞാൻ പറഞ്ഞേ. അപ്പൊ അറിയില്ലെങ്കിൽ അപ്പൊ ചോദിക്കുന്നത് മറ്റേ ബി സിയുടെ സെന്ററിലേക്ക് എ കണക്ട് ചെയ്യാം. ഓക്കെ. എ സിയുടെ സെന്ററിലേക്ക് ബി എന്ന് വരയ്ക്കുക. പിന്നെ എ ബിയുടെ സെന്ററിൽ നിന്ന് സിയിലേക്കും സിന്നും. ശരി ശരി. എന്നിട്ട് 2:1 റേഷ്യോയില് ആ 3 ലൈനുകൾ 3:1 കട്ട് ചെയ്യും. ഇതൊക്കെ ഞാൻ അംഗീകരിച്ചു. എന്റെ ചോദ്യം എങ്ങനെ സി പറഞ്ഞ സെൻട്രോയിഡിന്റെ കോഓർഡിനേറ്റ്സ് കണ്ടെത്തും? ഇവരുടെ കൺസെപ്റ്റ് ഒക്കെ കറക്റ്റാ. 3 മീഡിയൻസ് നമ്മൾ വരയ്ക്കാം, മീഡിയൻസ് 3 കൂട്ടിമുട്ടുന്ന പോയിന്റാണ് സെൻട്രോയിഡ്. 2:1 റേഷ്യോ ആയിരിക്കും. ഐ അക്സെപ്റ്റ് ദാറ്റ്. ഹൗ ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെൻട്രോയിഡ്? അതാണ് എന്റെ ചോദ്യം. സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടെത്തും? നോട്ട് ചെയ്തിട്ടില്ല. അമീൻ, എങ്ങനെ കണ്ടെത്തും? സാറാ ഈ ഡി മിഡ് പോയിന്റ് ആണോ? തീർച്ചയായിട്ടും അതെ. നമ്മൾ പറഞ്ഞിരുന്നല്ലോ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് എ ഡിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച പോലെ സെന്ററിലെ അവിടെയാണ് കളി കിടക്കുന്നത് കേട്ടോ.
നമ്മളിവിടെ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് കണ്ടെത്താൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ABC എന്നുള്ള 3 വേർട്ടിസസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വെർട്ടെക്സ് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ചോയ്സ് ആണ്. ഇഷ്ടമുള്ള വെർട്ടെക്സ് ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ A ആണ് നിങ്ങൾ ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ഈ എയിൽ നിന്നും BCയുടെ മിഡ് പോയിന്റിലേക്ക് ചുമ്മാ ലൈൻ വരയ്ക്കുക. അവിടെ റഫ് ഫിഗർ ഒക്കെ വരച്ചാൽ മതി. വി വിൽ ഡ്രോ എ ലൈൻ ലൈക്ക് ദിസ്. ഓക്കെ, വി ക്യാൻ കോൾ ദിസ് പോയിന്റ് ആസ് D. നമുക്ക് ഈ പോയിന്റ് D എന്നുള്ള പേര് കൊടുക്കാം. എന്നിട്ട് ഈ കാണുന്ന പോയിന്റിൽ ഇവിടെ എവിടെയോ ആണ് നമ്മുടെ സെൻട്രോയിഡ് കിടക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരൊന്നും വരയ്ക്കാൻ പോകേണ്ട കാര്യമില്ല. ഓക്കെ, ആൻഡ് ദ റേഷ്യോ വിൽ ബി 2:1. അപ്പോ B നമുക്കറിയാം, C നമുക്കറിയാം, മിഡ് പോയിന്റ് ഫോമിൽ വെച്ചിട്ട് D കണ്ടുപിടിക്കാം. A നമ്മുടെ കയ്യിലുണ്ട്, ഇപ്പൊ D നമുക്ക് കിട്ടി, റേഷ്യോ നമ്മുടെ കയ്യിലുണ്ട്, P കണ്ടെത്താം. ഇതാണ് സെൻട്രോയിഡ് കണ്ടെത്താനുള്ള മാർഗം. ഇനിയിപ്പോ നിങ്ങൾക്ക് തോന്നുന്നതാണ് A എന്ന് വരയ്ക്കണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുക, ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് തോന്നണോ A എന്ന് വരയ്ക്കണ്ടെന്ന്? നിങ്ങൾ വരയ്ക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ കൺസ്ട്രക്ഷൻ B എന്ന് നടത്താം, ഇതുപോലെ ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തോന്നണം എയിൽ നിന്ന് വരയ്ക്കണ്ട. അപ്പൊ നമുക്ക് നേരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? A എന്ന് വരയ്ക്കുന്നതിന് പകരം B എന്ന് വരയ്ക്കുക. ഈ പറഞ്ഞ ലൈനിന് ഈ കാണുന്ന ACയുടെ മിഡ് പോയിന്റിലേക്ക് B എന്ന് നിങ്ങൾ ലൈൻ വരയ്ക്കുന്നു. ഒരു കുഴപ്പമില്ലെന്നേ. B നേരെ ഇങ്ങനെ വരച്ചു, കണ്ടോ? ഇങ്ങനെ വരച്ചു, കൃത്യം B. അതും റഫാട്ടോ, ഫെയർ ഫിഗർ ഒന്നും അല്ല, റഫ് ഫിഗർ ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഈ പോയിന്റ് നമുക്ക് D എന്ന് കൊടുക്കാം. ഈ ലൈനിൽ ഇവിടെ എവിടെയാണ് നമ്മുടെ P കിടക്കുന്നത്? അഗൈൻ റേഷ്യോ 2:1 ആണ്. റേഷ്യോ എഴുതുമ്പോൾ പ്രത്യേകം ഓർത്തോളം വേർട്ടെക്സിൽ നിന്ന്, ട്രയാങ്കിളിന്റെ വെർട്ടെക്സിൽ നിന്ന് വേണം 2, ഇപ്പുറത്തുനിന്ന് 1. ഓക്കെ, എന്നിട്ട് D എന്ന പോയിന്റ് ACയുടെ മിഡ് പോയിന്റ് ആണ്. B എന്ന പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ B നമുക്കറിയാം, D നമുക്ക് കിട്ടും, അവിടുന്ന് P കണ്ടുപിടിക്കാം. ദിസ് ഈസ് ഹൗ വി വിൽ ഫൈൻഡ് ഔട്ട് ദ സെൻട്രോയിഡ് ഫ്രം ദ ഗിവൺ ഡേറ്റ. അപ്പൊ നമുക്ക് ആകെ ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ D എന്ന പോയിന്റ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. ആകെ ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ചുമ്മാ റഫ് ഫിഗർ വരയ്ക്കും. ഓരോ വെർട്ടെക്സിനും ABC എന്ന് പേര് കൊടുക്കും. ഗിവൺ വാല്യൂസ് ഓരോ വെർട്ടെക്സിനും കൊടുക്കും. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ലൈൻ വരയ്ക്കും. ബാക്കി നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇതാണ് സെൻട്രോയിഡ് കണ്ടെത്താനുള്ള മാർഗം. ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒരു മിനിറ്റോടെ നോട്ട് ചെയ്യാൻ. D നമ്മൾ കണ്ടെത്തണം, എന്നിട്ട് വേണം ബാക്കി ചെയ്യാൻ. ഓക്കെ, റൈറ്റ്, നമ്മുടെ അല്ലേ. അപ്പോ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. എക്സസൈസിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾക്ക് ഇവിടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ലൈൻ സെഗ്മെന്റ് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്സിന്റെ റേഷ്യോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ്. അപ്പോൾ x1 y1 എന്ന പേരിൽ നമുക്കൊരു കോർഡിനേറ്റ് നമുക്കറിയാം. x2 y2 എന്ന പേരിൽ നമുക്ക് രണ്ടാമത്തെ ആളെ അറിയാം. ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ റേഷ്യോ U:V എന്നറിയാം. ഇത് വെച്ചിട്ട് നമുക്ക് ആ പോയിന്റ് എക്സ് കോർഡിനേറ്റ് കണ്ടെത്താം, y കോർഡിനേറ്റ് കണ്ടെത്താം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇതിൽ നമുക്ക് വരുന്ന ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, റേഷ്യോ ഡയറക്റ്റ് തരാതെ ട്രൈസെക്ട് എന്ന് പറയാം. അപ്പൊ എന്താ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു. സെൻട്രോയിഡ് എന്ന് തരാം, അപ്പോഴും എന്താ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ.
ഓക്കെ, അപ്പൊ ഇനി എക്സസൈസിലേക്ക് കയറാണ്. ഇനി എന്റെ ഹെൽപ്പ് ഉണ്ടാവില്ല, ഇനി നിങ്ങൾക്കുള്ള പണിയാട്ടോ. വേഗം ചെയ്തോളൂ. ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 1 on പേജ് നമ്പർ 220, എക്സസൈസ് 3 ആട്ടോ. ഫ്രാക്ഷണൽ വാല്യൂസ് ഒക്കെ വരുന്നതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാം. മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആക്കാം. അതിനപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല. സാർ പേജ് നമ്പർ 220. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ 3 മിനിറ്റ് മാക്സിമം കേട്ടോ. ഫസ്റ്റിലെ ഫസ്റ്റ് വൺ ചെയ്യാൻ 3 മിനിറ്റ് മാക്സിമം. One more minute for the first one. P on AB with AP is to PB equal 2:3. കഴിഞ്ഞ ആൻസർ കംപ്ലീറ്റ് ആയോ? 1 ഫസ്റ്റ് 1. ഇല്ല സാർ. ആഹാ, എന്താ താമസം എന്നാ പറഞ്ഞേ? x1 x2 y2 UV ഒക്കെ വേഗം പറഞ്ഞേ. അഞ്ചിത പറ. സാറ് ചെയ്തിട്ടില്ല, ചെയ്യണുള്ളൂ. എടാ നീ x1 x2 y2 ഒക്കെ പറടാ, ബാക്കി ഞാൻ പറയാം. ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ നിൽക്കട്ടെ. ആദ്യം x1 y1 എടുത്ത് എഴുത്, x2 y2 എടുത്ത് എഴുത്, UV എടുത്ത് എഴുത്. അതാദ്യം പറ. x1 3. x1 1 മൊത്തത്തിൽ പറ. x1 3 2. 3 2 1 x1 y1 ശരി. x2 y2 8 7. u is to v 2 3. 2 is to 3. ഇനിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. x ഈക്വൽ ടു പറ, ഫോർമുല പറഞ്ഞേ. 3 പ്ലസ് ഫോർമുല പറടാ. x1 പ്ലസ് u by u plus v into x2 minus x1. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് പറ. ഇനി 3 പ്ലസ് 2 by 3 8 മൈനസ് അല്ല 2 by 3 ആയെന്തി ഈ ഡിനോമിനേറ്ററിൽ എന്താ? u 3 divided by 2 plus 3 3 divided by 2 divided by 2 plus 3 into ബ്രാക്കറ്റില് 8 minus 3
2 ഡിവൈഡ് ബൈ 2 പ്ലസ് 3 5 ആണ്. 8 മൈനസ് 3യും 5 ആണ്. സിമ്പിൾ ആണ്. എത്ര സിമ്പിൾ ആയി കിട്ടും നോക്കി. 5 and 5 can be cancelled. ബാക്കി വരുന്നത് 3 plus 2. Is the x value 5? Fine. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ y കണ്ടുപിടിക്കണം. ഒരു മാറ്റമില്ലെന്നേ, ഇതേ മെത്തേഡ് തന്നെ y കണ്ടുപിടിക്കണം. y എങ്ങനെയാ വന്നത് മുഹമ്മദ് അയാൻ പറഞ്ഞേ? y വാല്യൂ ഫസ്റ്റ് ചോദിച്ചണ്ടേ? സാർ 4 ആണോ? വൈയുടെ ഫോർമുല പറയടാ ആദ്യം. y മറ്റേ ഇതല്ലേ ഇന്നലെ x1 തന്നെ. വൈയുടെ ഫോർമുല പറ. x1 is equal to x1 plus y1 plus u by u. ഇതെന്തെങ്കിലും പോരാത്തിന്റെ y ഈക്വൽ ടു y1 പ്ലസ് u ബൈ u plus v. ബാക്കി അത്ര ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ ബാക്കി പറ. y is equal to പഠിച്ചിട്ടില്ല ഞാനേ, പഠിച്ചിട്ടില്ല. ഫോർമുല പഠിച്ചിട്ടില്ല. ഇത്രയും തന്നെ ഞാൻ ബോർഡിൽ എഴുതിയോണ്ട് അത്രയും കറക്റ്റ് ഫ്ലോയിൽ പറയാം. എന്റെ ബാക്കിയാണ് ഞാൻ ചോദിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. എടാ അത് ഫോർമുല പറയേണ്ടടാ ആദ്യം, എന്നിട്ടല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. എന്താണ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? y2 minus y1. അതിൽ ഇത്രയും നേരം ചോദിച്ചോണ്ടിരുന്നേ. പേര് എന്തായാലും എഴുതി വെച്ചിട്ടുണ്ട്. y1 പ്ലസ് u ബൈ u പ്ലസ് v ഇൻറ്റു y2 മൈനസ് y1. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ. അൽസാബിത്ത പറഞ്ഞ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരിക? 2 plus 2 by 2 plus 3 into 7 minus 2. 7 minus 2. ഇതും സിമ്പിളായി കട്ടായി പോകുന്ന വാല്യൂ ആണ്. 2 plus 2 by 5 into 5 രണ്ടും കട്ടായി പോകും. 5 ഈക്വൽ ടു 4. 4 ആൻസർ എടുത്തെഴുതാൻ മറന്നു പോകരുതട്ടോ. Therefore the point P is x value 5 y value 4. കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകേണ്ട ടൈം കളയരുതേ. 2, 3, 4 ഒക്കെ നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Second one complete and you have 2 more minutes maximum. ഒരു മിനിറ്റ് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ആക്കി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. ടൈം കളയരുത്.
ഓക്കെ റൈറ്റ്. പറയൂ ഹാരിസ്, ആൻസർ എന്താ? സാർ സ്റ്റെപ്പ് പറയണോ? ഇവിടെ x1 y1 എന്താണ്, x2 y2 എന്താണ്, u(b) എന്താ ആദ്യം പറ. x1 3, x2 8, y1 x1 2, വാല്യൂ 3 ആണ്, x2 വാല്യൂ 8 ആണ്. ശരി. y1 2, y2 7, ഓക്കെ. u3 v2, u3യും v2 ആണ്. ശരി, എന്ത് പറഞ്ഞു? x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 plus 3 by 3 plus 2 8 minus 3. ശരി, സിംപ്ലിഫൈ ചെയ്തപ്പോ 3 plus 3 by 5 into 5. ഓക്കെ. 5 5 കട്ടായി പോകും. 3 plus 3 6. 6 ആൻസർ കിട്ടും. ഫൈൻ. വൈയുടെ കേസ് ഒന്ന് പറയാൻ കേൾക്കട്ടെ റുക്സാന. വൈ എങ്ങനെയാ വരിക? 2 plus 3 by 3 plus 2 into 7 minus 2 ഓക്കെ. is equal to 2 plus 3 by 5 into 5. 2 plus 3 by 5 രണ്ടും വെട്ടിപ്പോവും. ശരി. അപ്പൊ പി ക്യൂ എന്നുള്ള പോയിന്റ് ആരാ ഇടുക? ക്യൂ ആരാ? അപ്പോ 5. പോയിന്റ് ക്യൂ ക്യൂ എന്നുള്ള പോയിന്റ് കോഓർഡിനേറ്റ്സ് ആരാണ്? 6 5. 6 5 നമുക്ക് ആൻസർ 6 5 ഫൈനൽ. സ്പീഡ് ആവണേ. എഹിയ എന്തായി? സെക്കൻഡ് ഒന്ന് തീർന്നോടാ എഹിയ? റേഷ്യോയുടെ ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ഫിഗർ നമുക്ക് നല്ല ക്ലാരിറ്റി തരും കേട്ടോ. ക്വസ്റ്റിനെ കുറിച്ച് നല്ല ക്ലാരിറ്റി കിട്ടും ജസ്റ്റ് റഫ് ഫിഗർ വരച്ചാൽ. സെക്കൻഡ് വേഗം ചെയ്ത കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ ജോയിനിങ് 1 6 and 5 2 into 3 equal parts. Into 3 equal parts. സ്പീഡ് ആവണം കേട്ടോ. ഒരു 4 minutes ഒക്കെ മാക്സിമം മതി, അത് കൂടുതലൊന്നും വേണ്ടി വരില്ല. Divides into 3 equal parts. നമ്മൾ കൃത്യമായിട്ട് എക്സസൈസിന് മുന്നേ ഡിസ്കസ് ചെയ്ത ഐഡിയ ആണ് നമുക്കിവിടെ വേണ്ടത്, വേറെ ഒന്നുമല്ല. നേരെ അത് അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. 4 മിനിറ്റോടെ മാക്സിമം.
സ്പീഡ് ആവട്ടെ. മൂന്ന് മിനിറ്റ് വരെ മാക്സിമം കംപ്ലീറ്റ് ചെയ്യും. Two more minutes for the question. കഴിഞ്ഞ ഒരു നേരം തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകണ്ടോ? Two more minutes for question number 2. എന്തായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഐഡിയ അൽഹ? എങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്? ത്രീ ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യണം. അപ്പോ AP1 PB2. ഓക്കെ ചെയ്തു. ഒരു മിനിറ്റ് തീർക്കാൻ കഴിഞ്ഞെങ്കിൽ തേർഡ് വൺ ഫിനിഷ് ചെയ്യാൻ ഒരു മിനിറ്റോടെ കംപ്ലീറ്റ് ആയെങ്കിൽ തേർഡ് വണ്ണിലേക്ക് മൂവ് ചെയ്യുക. Thirty seconds. അഫിനെ കിട്ടിയോടാ? പിയും ക്യൂ ഒക്കെ കിട്ടിയോടാ? അഫിനെ ഡിവൈഡ് ചെയ്ത 2 പോയിന്റും കിട്ടിയോ? ഒരെണ്ണം കിട്ടിയോളോ? ഒരെണ്ണം കിട്ടിയാ പോരാ. ഈ ടൈമില് 2 എണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ അടുത്ത തുടങ്ങാൻ ടൈമായി. അന ഫാത്തിമ എന്താന്ന് പറഞ്ഞേ? 2 കിട്ടിയോ? 2 പോയിന്റും കിട്ടിയോ? ഓക്കെ ഫൈൻ. ഏതൊക്കെയാ വാല്യൂസ്? എങ്ങനെയാ വന്നേ? ഫൈനൽ ആൻസർ പറഞ്ഞാൽ മതി. നെഗറ്റീവ് 5 2 1 6 5 2 5 2 അവിടുന്ന് 1 6 നെഗറ്റീവ് വരില്ല എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. നെഗറ്റീവ് വാല്യൂസ് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ കൊടുക്കുമ്പോ അപ്പൊ ഒരു ചെറിയൊരു സബ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല നമ്മൾ ചെയ്യുമ്പോൾ ടു ഫൈൻഡ് പി എന്നൊക്കെ കൊടുത്താൽ നല്ലതാണ്, ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ നമ്മുടെ x1 y1 എന്ന് പറയുന്ന ആള് 1 6 ആണ്. രണ്ടാമത്തെ പോയിന്റ് x2 y2 അത് 5 2 ആണ്. പിന്നെ റേഷ്യോ 1:2 ആണ്. u/v എടുക്കുമ്പോൾ 1:2 ആണ്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ x ഈക്വൽ ടു നിർബന്ധമായും ഫോർമുല എഴുതണം x1 പ്ലസ് u ഡിവൈഡഡ് ബൈ u പ്ലസ് v ഇൻറ്റു x2 മൈനസ് x1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ x ഈക്വൽ ടു x1ന്റെ വാല്യൂ 1 ആണ്. 1 ബൈ 1 പ്ലസ് 2 ഇൻറ്റു x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ 5 മൈനസ് 1 1 പ്ലസ് 1 ബൈ 3 ഇൻറ്റു 4 1 പ്ലസ് 4 ബൈ 3 ഇങ്ങനെയൊക്കെ വന്നായിരുന്നോ? 1 പ്ലസ് 4 ബൈ 3 എന്നൊക്കെ
1 plus 4/3 നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ 3 into 1 3 plus 4/3 7/3 എന്ന് കിട്ടും. 7/3 എന്നുള്ള മിക്സഡ് ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ 2 1/3 എന്ന് കിട്ടും. അത് നിങ്ങളുടെ ചോയ്സ് ആണ്, നമുക്ക് നിർബന്ധമൊന്നുമില്ല. 7/3 മിക്സ്ഡ് ആക്കിയാൽ 2 1/3. ഇതുപോലെ നമുക്ക് അതിന്റെ y വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ y1 plus u by u plus v into y2 minus y1. y1 വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്, പ്ലസ് 1 divided by 1 plus 2 into y2 minus y1, 2 minus 6. 6 plus 1/3 into negative 4. 6 minus 4/3. Cross ചെയ്യുമ്പോൾ 6 into 3 18, 18 minus 4 14/3 എന്ന് വരും. മിക്സ്ഡ് ആക്കിയാൽ 4 2/3 എന്ന് വരും. ആണോ? അങ്ങനെയാണോ കിട്ടിയേ? അപ്പോൾ therefore P is 7/3 14/3. P കിട്ടിക്കഴിയുമ്പോൾ നേരെ ക്യൂവിലേക്ക്. അപ്പൊ കിട്ടിയ പീനെ നമുക്കൊന്ന് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. 7/3 14/3. എങ്ങനെ ക്യൂ കിട്ടുക? ക്യൂ കിട്ടാനുള്ള എളുപ്പവഴി എന്താ പറഞ്ഞേ? ക്യൂ കിട്ടാനുള്ള എളുപ്പവഴി അഫ്ര, ഹൗ വി ക്യാൻ ഫൈൻഡ് ക്യൂ? Midpoint of PB. Q is the midpoint of PB. ക്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി വേണമെങ്കിൽ എഴുതാട്ടോ, ക്യൂ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് പി ബി. നമുക്ക് നിർബന്ധമൊന്നുമില്ല, നേരെ നിങ്ങൾ മിഡ് പോയിന്റ് ഫോമിൽ അപ്ലൈ ചെയ്താലും മതി. ഇതിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം. ഇത് നല്ലതാണ്. അപ്പോൾ ക്യൂവിന്റെ എക്സ് വാല്യൂ ഈക്വൽ ടു x1 plus x2/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക എന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ. എൽദോസേ, ക്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? 7/3 plus 5 is equal to 22/3. അല്ല 7/3 plus 5 അല്ല, 7/3 plus 15/3. അപ്പൊ ഡിവൈഡ് ബൈ 2 എന്താടാ? ഇതിന്റെ ഭയങ്കര എക്കോ അടിക്കുന്നുണ്ട് കേട്ടോ. 10/3 plus 5 മറ്റേ ഇതിനെ 7/3 plus 15/3 ഇതില്ലേ? ഞാൻ ചോദിച്ചത് അങ്ങനെ വരുമ്പോഴേ ഈ x1 plus x2/2 എന്ന് പറഞ്ഞ സാധനം കിടപ്പില്ലേ? /2. ആ /2 എന്ത്? ആ /2 വരെ കൊണ്ടോയേ. 22/3/2. അപ്പൊ 22. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x1ന്റെ വാല്യൂ 7/3, x2ന്റെ വാല്യൂ 5 ഡിവൈഡഡ് ബൈ 2. ന്യൂമറേറ്റർ ആദ്യം സിംപ്ലിഫൈ ചെയ്യാം. 7 plus 3 into 5 15/3 all divided by 2. അപ്പോൾ ന്യൂമറേറ്റർ നമുക്ക് 22/3 എന്ന് കിട്ടും. ഡിനോമിനേറ്ററിന് 2/1 എന്ന് എഴുതാം. 22/3 into 2/1 റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/2. കട്ടായപ്പോൾ നമുക്ക് 11/3 എന്ന് കിട്ടും. x equal to 11/3. കറക്റ്റ് അല്ലേ? Similarly, we can find the value of y. Y equal to y1 plus y2/2. y1ന്റെ വാല്യൂ 14/3, y2ന്റെ വാല്യൂ 2/2. 2 2 കയറി വെട്ടിയാക്കരുത് കേട്ടോ. ക്രോസ് ചെയ്യുമ്പോൾ 14 plus 3 into 2 6 ആണ്. 20/3 എന്ന് വരും, ഡിവൈഡഡ് ബൈ 2/1. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 20/3 into 1/2. കട്ട് ചെയ്താൽ 10/3 എന്ന് ആൻസർ. അപ്പൊ ക്യൂവിന്റെ രണ്ട് കോർഡിനേറ്റ്സ് നമുക്ക് ആയിട്ടുണ്ട്. Therefore Q is 11/3 10/3. നമുക്ക് അവസാന കൺക്ലൂഷനോട് എഴുതാം. Therefore the points are, ഒന്ന് എടുത്ത് എഴുതി നല്ലതാണ്. Therefore the points are, ഒരാള് 7/3 14/3 ആൻഡ് അടുത്ത ആള് 11/3 10/3. ഇത്രയും കാര്യങ്ങൾ വേണം നമ്മൾ ആ ക്വസ്റ്റിനെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോഴാണ് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുക. സ്റ്റെപ്സ് നിങ്ങളായിട്ട് കുറയ്ക്കരുത് കേട്ടോ. മൂന്ന് ക്വസ്റ്റ്യൻ നമ്പർ 3. നിങ്ങളായിട്ട് സ്റ്റെപ്പ് കുറയ്ക്കരുത്.
ശ്രദ്ധിച്ച് വായിക്കുക, റഫ് ഫിഗർ വരയ്ക്കുക, ട്രൈ ചെയ്യുക. വീടാവണുണ്ടോ? You have maximum 4 minutes to complete that question. വീടാവട്ടെ. Three more minutes to complete. കിട്ടിയോ? ലാസ്റ്റ് വണ്ണിലേക്ക് പോകണം കേട്ടോ. ശരിക്കും സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ ഒരു ഫോർമുല ഉണ്ട്. ഫോർമുലയായിട്ട് പഠിച്ചാൽ ഒരു സിമ്പിൾ ഫോർമുല ഉണ്ട്. പുതിയ 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 ഫോർമുലാസ് പഠിക്കണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ പിന്നെ അങ്ങനെ പറയാൻ. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടുന്ന ഒരു ഫോർമുല ഉണ്ട്. ഒറ്റ സ്റ്റെപ്പ് ഉള്ളൂ, ഒറ്റയടിക്ക് ആൻസർ കിട്ടും. സ്കൂളിൽ പഠിപ്പിച്ചായിരുന്നു ആ ഫോർമുല സെൻട്രോയിഡിന്റെ. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. ടൈം കളയണ്ട, ഞാൻ ഫോർമുല ഞാൻ പറയാം. ഫോർമുല നമുക്ക് താഴെ വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാംഗിൾ വിത്ത് വെർട്ടിസസ് x1 y1 x2 y2 x3 y3 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിട്ട് താഴെ ചെറിയൊരു ബ്ലൂ ബോക്സിൽ കിടപ്പുണ്ട്. അത് ശരിക്കും എക്സൈസിലെ ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ നോളജിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന് ആൻസറും കിട്ടും. ഇടാവട്ടെ. രണ്ട് മിനിറ്റോടെ കേട്ടോ മാക്സിമം. ഇവിടെ ആയിക്കോട്ടെ. അൻഷിത എവിടം വരെ എത്തിയ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞ. അൻഷിതേ എവിടം വരെ എത്തി? ഫിഗർ വരച്ചിരുന്നു. ഫിഗർ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ എന്താ വല്ല സിമെന്റ് വെച്ചാണോ പണിത് ഇത്രയും നേരം എടുക്കാൻ? 3 വര വരയ്ക്കാണെങ്കിൽ 3 മിനിറ്റ് എടുത്തേ. ഇതാണെങ്കിൽ ഹെക്സഗണോ പെന്റഗണോ ഒക്കെ ആണെങ്കിൽ ഒരു അവർ മൊത്തം എടുക്കൂല്ലോ ഫിഗർ വരയ്ക്കാൻ വേണ്ടി. ഹാരിസ് എവിടം വരെ എത്തിടാ? ഹാരിസേ സാർ ആ ചെയ്ത് തുടങ്ങണുള്ളൂ. ഇനി എന്നെ ആരെങ്കിലും മണിയടിക്കാണ്ടോ ചെയ്തു തുടങ്ങാൻ? താമസം തന്നെ ചെയ്തു തുടങ്ങാൻ. എവിടം വരെ എത്തിയെന്ന് പറഞ്ഞേ?
ഫിഗർ വരച്ചു കഴിഞ്ഞു. ആ ഇത് കാണുവാ. ആരെ കാണുക? ഡിസ്റ്റൻസ് ഫോം. ഡിസ്റ്റൻസ് ഫോമില് സോറി സാർ, മിഡ് പോയിന്റിന്റെ ഏതാ? ഏതാവട്ടെ? ജീലാനി എഴുതടാ. ജീലാനി മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. നമുക്ക് മറ്റേ മീഡിയന്റെ പി കണ്ടുപിടിക്കാൻ തുടങ്ങി. ഓക്കെ ഓക്കെ ഓക്കെ. മീഡിയന്റെ ഫോമിൽ അപ്ലൈ തുടങ്ങി. അപ്പൊ ഒന്ന് മെത്തേഡ് പറഞ്ഞ കേക്കട്ടെ അഫിനെ. മെത്തേഡ് എങ്ങനെ നമ്മൾ ട്രൈ ചെയ്യണ്ടേ? ഒരു വെർട്ടെക്സിന്ന് അതിന് മീഡിയം എടുക്കണം. അത് ബിസിയുടെ ഏത് വേർട്ടെക്സിനാ നീ വരച്ചേ? ഏന്നാണോ വരച്ചേ? ഏടെ ആരും എടുത്തേ? -1.5. -1.5 എടുത്തു. ഓക്കെ. നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ഒരു വേർട്ടെക്സ് -1.5, അതിനെ എ എന്ന് ചൂസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ബാക്കി രണ്ടുപേരിൽ ഒരാൾ ബി ഒരാൾ സി. സപ്പോസ് ബി 3.7 ഈ 1.1 വന്നിരിക്കട്ടെ. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ചെയ്താലും തെറ്റൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ ചോയ്സ് ആണ്. എ എന്നാണ് മീഡിയൻ വരച്ചതെന്നാണ് അഫിൻ പറഞ്ഞത്. അപ്പൊ എ നമ്മൾ എങ്ങനെ മീഡിയം വരച്ചു. അപ്പോൾ നമുക്ക് ഡി എന്ന് പേര് കൊടുക്കാം. എന്റെ ബാക്കി പറഞ്ഞ അഫിനെ കണ്ടിന്യൂ ചെയ്തോ. ഏതാ ഡി എന്നുള്ള പോയിന്റ് ആണോ? ഡി എന്നുള്ള പോയിന്റ് 3+1 4 അല്ലല്ലോടാ. അങ്ങനെ 1.6 വന്നേ. മിഡ് പോയിന്റ് ഫോമിൽ എന്താ? x1 + x2/2 ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാ 1 എന്ന് കിട്ടുക? നീ ആരെയൊക്കെ ആഡ് ചെയ്തേ? -1 + 3. അയ്യോ, -1 + 3 ചെയ്യുമ്പോൾ ആരുടെ മിഡ് പോയിന്റാ കിട്ടുക? ഏതിലാ എന്റെ മിഡ് പോയിന്റ് ഇപ്പൊ കണ്ടുപിടിക്കണേ? മുഖം ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല, തെറ്റിപ്പോയി. അവിടെ പ്രശ്നം, ഇവിടെയാണ് പ്രശ്നം. നമ്മളുടെ ശ്രദ്ധ മാറുമ്പോ വേറെ വഴിക്ക് പോവും, ആൻസറൊക്കെ വേറെ വഴിക്ക് പോവും. ഇവിടെ അഫിൻ പറഞ്ഞതനുസരിച്ച് വി ആർ ഫൈൻഡിങ് ദ മിഡ് പോയിന്റ് ഓഫ് BC. BC എന്നല്ല എന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. എത്ര ഭീമാന്റെ മിഡ് പോയിന്റ് വരിക? ഭീമാനവാസ് അതിന്റെ മിഡ് പോയിന്റ് എന്താ വരിക? സാർ ഞാൻ ഈ പോയിന്റ് വെച്ചല്ല എടുത്തേണേ. A1 -1.5 B 3.7 ആയിട്ട് എടുത്തേണേ. അങ്ങനെ എന്നോട് ചോദിക്കുന്നത്. എ താഴെ എടുത്തേക്കണേ. ബിയുടെ സ്ഥാനത്താണ് എയും. ഓക്കെ, ഏതിലാ എന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചേ? AB. എബിയുടെ മിഡ് പോയിന്റ് എന്താ കിട്ടിയേ? 1.6. അത് 1.6 കറക്റ്റ്. മിഡ് പോയിന്റ് ഓഫ് AB is 1.6 എന്നുള്ള കറക്റ്റ് ആണ്. ദാറ്റ്സ് കറക്റ്റ്. എങ്ങനെ അങ്ങനെ ട്രൈ ചെയ്യും കേട്ടോ. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ തിരിച്ച് ട്രൈ ചെയ്യണേ. അപ്പൊ നമ്മൾ സിയിൽ നിന്ന് വേണം മീഡിയൻ വരയ്ക്കാൻ. AB-യുടെ മിഡ് പോയിന്റ് ആണ് എടുക്കുന്നത്. അപ്പൊ സിന്ന് മീഡിയം വരയ്ക്കുന്നു. ഇങ്ങനെ നമ്മൾ മീഡിയൻ ലൈൻ വരച്ചു. അപ്പൊ ഈ കാണുന്ന ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈൻ വെച്ച് മീഡിയം കണ്ടുപിടിക്കുക കേട്ടോ. ഇവിടെ ഡി വന്നു, ഇവിടെ ഒരു പി ഉണ്ട്. പി ആണ് സെൻട്രോയിഡ് എന്ന് പറയുന്ന ആള്. നമ്മൾ ആദ്യം കോർഡിനേറ്റ്സ് ഓഫ് ഡി കണ്ടുപിടിക്കണം. ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB. കൃത്യമായ സ്റ്റെപ്സ് വേണം. ഇല്ലാതെ നമ്മുടെ തോന്നിവാസത്തിന് എന്തെങ്കിലും എഴുതി വെച്ചിട്ട് അവസാനം മാർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. ഡി AB-യുടെ മിഡ് പോയിന്റ് ആണെന്നെടുത്തു. x1 y1 3.7 ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. x2 y2 -1.5 ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പൊ ഡിയുടെ x കോർഡിനേറ്റ് ഈക്വൽ ടു x1 + x2/2 3 + -1/2 2/2 1 ആൻസർ കിട്ടും. y ഈക്വൽ y1 + y2/2 7 + 5/2
12/2 6 ആൻസർ കിട്ടും. അപ്പൊ ഡി എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടി 1/6 ആണ്. ഡി കിട്ടിക്കഴിഞ്ഞാൽ ദെൻ നമ്മൾ ബാക്കി പാർട്ടിലേക്ക് മൂവ് ചെയ്യണം. അമാന പറഞ്ഞ ഇതിന്റെ ബാക്കി എന്താ? ഞാൻ ഇതിന്റെ കോഡിനേറ്റ്സ് കണ്ടുപിടിച്ചുള്ളൂ. ആയിക്കോട്ടെ, ഇതിന്റെ ബാക്കി എന്താന്ന് പറഞ്ഞു, എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറ. വാട്ട്സ് എ മെത്തേഡ് ഓഫ് ട്രൈങ്? സെന്റർ കണ്ടുപിടിച്ചിട്ട് റേഷ്യോ വെച്ചിട്ട് കണക്ട് ചെയ്ത് റേഷ്യോ വെച്ച് കണക്ട് ചെയ്യണം. റേഷ്യോ എത്രയാ? 1:2. 1:2 എന്ന് പറയുമ്പോ എവിടെ നിന്ന് എങ്ങോട്ടാന്നൂടെ പറ. 1:2 എന്ന് പറയുമ്പോൾ ആരാണ് 1, ആരാണ് 2? ഏത് പോർഷനാണ് 1, ഏത് പോർഷനാണ് 2? ഫൈൻ 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 ഫൈൻ. ഇവിടെ 1ഉം ഇവിടെ 2. അപ്പൊ നമ്മൾ അടുത്ത കേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കൊടുക്കാട്ടോ. അതായത് നിങ്ങൾക്ക് റേഷ്യോന് വേണ്ടി 2:1 എന്ന് എടുക്കാം. 2:1 എന്ന് എടുക്കുമ്പോൾ x1 ഇവിടെ വരും, സിയുടെ അവിടെ വരും. 1:2 എന്ന് എടുക്കുന്നെങ്കിൽ x1 ഡിയുടെ അവിടെ വരും. രണ്ട് രീതിയിലും ചൂസ് ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്താലും ആൻസർ തെറ്റൂല. ബോത്ത് ആർ കറക്റ്റ്. നിങ്ങൾ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ x1 y1 ഈക്വൽ ടു, ഇപ്പൊ നിങ്ങൾ u⁴ ഇപ്പൊ അടുത്ത് നമ്മൾ p കണ്ടുപിടിക്കുക, ടു ഫൈൻഡ് p എന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഇൻട്രൊഡക്ഷനിൽ p ഇസ് സെൻട്രോഡ് എന്നൊക്കെ നമുക്ക് പറയാം. p കണ്ടുപിടിക്കാൻ വേണ്ടി u⁴ നിങ്ങൾ 1:2 എന്നാണ് എടുക്കുന്നതെങ്കിൽ അവിടെ x1 y1 നമ്മൾ എഴുതുമ്പോൾ അത് 1/6 ആയിരിക്കും. x2 y2 എന്ന് പറയുന്ന ആള് 1/1 ആയിരിക്കും. ഇനിയിപ്പോ നിങ്ങൾ തിരിച്ച് സപ്പോസ് u⁴v എന്ന റേഷ്യോ, സപ്പോസ് യു ആർ ചൂസിങ് u⁴v ആസ് 2:1 എങ്കിൽ x1 y1 വാല്യൂ 1/1 ആയിരിക്കും. തിരിയും x2 y2 വാല്യൂ 1/6 ആയിരിക്കും. അത് നമ്മൾ റേഷ്യോ എടുക്കുന്നതിനനുസരിച്ചിരിക്കും. ഈ രീതിയിൽ ചെയ്താലും ആൻസർ കിട്ടും, മുകളിൽ പറയുന്ന മെത്തേഡിൽ ചെയ്താലും ആൻസർ കിട്ടും കേട്ടോ. രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. റെഡിയോ എവരിവൺ? ഇനിയിപ്പോ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ള പണി മാത്രമേ ഉള്ളൂ. പെട്ടെന്നായിക്കോട്ടെ. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. ഈ ബിസി മിഡ് പോയിന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ബി സിയുടെ മിഡ് പോയിന്റ് എടുക്കുമ്പോൾ എ എന്ന് വരയ്ക്കണം എന്നുള്ള ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ചെയ്യാം. എ എന്ന് വേണം ലൈൻ വരയ്ക്കാൻ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ ഫോമിൽ എഴുതാം. സ്പീഡിന് സോൾവ് ചെയ്തേ. x1 വാല്യൂ എന്താ പറഞ്ഞ അൽഷിഫ? x1 വാല്യൂ 5/3. അല്ലല്ലോ, അങ്ങനെ x1 5/3 വരിക? x1 5/3 അല്ലല്ലോ വരിക. സ്റ്റെപ്പ് പറഞ്ഞേ. അൽഷിഫ 1 plus 2/2 plus 1 into 1 minus 1. 1 minus 1 എത്രയാ? 0. 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എത്രയാ? 0. 2/3 അല്ല 2/3 ഞാൻ പറയട്ടെ. 2/3 0 എത്രയാ? 0. 0 അല്ലേ? പിന്നെ 1 മാത്രമല്ലേ ബാക്കി വരുള്ളൂ. ആൻസർ ഈസ് 1. തെറ്റിക്കുന്ന പോയിന്റ് ആയതോടെ എടുത്ത് ചോദിച്ചേ. 1/3 into 0 മൾട്ടിപ്ലിക്കേഷൻ ആദ്യം കംപ്ലീറ്റ് ചെയ്യണം. 1/3 into 0 എന്ന് പറഞ്ഞാൽ മൊത്തം 0 ആയി പോവും. 1 എന്നാണ് x വാല്യൂ. ഇപ്പോൾ നമ്മൾ y1 ചെയ്യുമ്പോൾ 6 പ്ലസ് റേഷ്യോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ഏത് ഓർഡറിലാണ് എടുത്തേക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്.
Is the value of y 13/3? Y value 13/3. Okay, last conclusion എഴുതാം. Therefore, the coordinate of centroid is conclusion. Therefore, coordinates of centroid is x value 1, y value 13/3. X value 1, y value 13/3. പറഞ്ഞോ ഫാത്തിമ ഇസ്മായിൽ. 6 minus 5/3 എന്ന് പറഞ്ഞാൽ മൈനസ് ഏതിന്റെ 5ന്റെ 6 minus 5/3 മൈനസ് വന്നത് ഇവിടുന്ന് 1 minus 6 minus 5 അല്ലേ? ആ മൈനസ് 5ന്റെ ഒപ്പാണ് നടക്കുന്നത്. അതെ. ഓക്കെ, ഓറൈറ്റ്. നമുക്ക് ഒരു ക്വസ്റ്റൻ കൂടെ ചെയ്യാനുണ്ട്. നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. മോർണിംഗ് 6:15 സെയിം ടൈം കേട്ടോ. ക്ലാസ് ഉണ്ടാവും സെയിം ടൈമിൽ 6:15 to 7:30. ഓക്കെ, റിമൈനിങ് വിൽ ഡിസ്കസ് ഓൺ ടുമോറോ അറ്റ് ദ സെയിം ടൈം. Thank you. Thank you, sir. Thank you, sir.